ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും മാസ്റ്റർ കെ അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ പേര് ആരോമൽ. അപ്പോൾ നമ്മൾ എല്ലാവരും കുറച്ച് ടെൻഷനായിട്ടിരിക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ. വേറൊന്നുമല്ല, എക്സാമിൻ്റെ ഡേറ്റ് വന്നു. ടെൻഷൻ മാത്രമല്ല, സന്തോഷം ഉണ്ടാക്കുന്ന വസ്തുതയും കൂടെയാണത്. കാര്യം എന്താ, നമുക്ക് ഒരു ഡേറ്റ് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ നമുക്ക് ആ ഡേറ്റിനനുസരിച്ച് നമ്മുടെ പഠനത്തെ നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കും. ആ രീതിയിൽ നമുക്ക് കാര്യങ്ങളെ അപ്രോച്ച് ചെയ്ത് മുന്നോട്ട് പോകാനും സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം വരുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് ആ രീതിയിൽ വേണം നമ്മൾ അപ്രോച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കി സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ തീർക്കണം. നമുക്കറിയാം എക്സൈസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിന് വരുന്നത് 20 മാർക്കാണ്. അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തൊരു ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 3-4 മാർക്ക് കിട്ടിപ്പോകുന്നൊരു സെഷനാണ്. ഇതിനകത്തുനിന്ന് ചോദ്യങ്ങൾ ഉറപ്പായും ചോദിക്കാറുണ്ട്. എല്ലാ സമയത്തും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു മേഖലയാണ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി പോകാനും പറ്റുന്നൊരു മേഖല കൂടെയാണത്. ലൈസൻസുകളെക്കുറിച്ചും അല്ലെങ്കിൽ ഫോറിൻ ലിക്കർ ആർക്കൊക്കെ വിൽക്കാൻ പറ്റും, അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്താണ്, ഇപ്പോൾ ബിവറേജ് കോർപ്പറേഷനുകൾക്ക് കൊടുക്കുന്ന ലൈസൻസ് ഏതാണ്, ബാറുകൾക്ക് കൊടുക്കുന്ന ലൈസൻസ് ഏതാണ്, അതേപോലെ തന്നെ മദ്യം സൂക്ഷിക്കപ്പെടുന്ന വെയർ ഹൗസുകൾക്ക് കൊടുക്കുന്ന ലൈസൻസ് ഏതാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന കുറേ കാര്യങ്ങളാണ് ഈ ഒരു മോഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ പഠിക്കുന്നത് കേരളത്തിലെ ഫോറിൻ ലിക്കർ റൂൾസ് അല്ലെങ്കിൽ വിദേശ മദ്യ നിയമങ്ങളാണ്. അപ്പോൾ വിദേശ മദ്യം എന്താണ് എന്ന് തന്നെ നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, അപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് കിടക്കുവാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് വിദേശ മദ്യമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് വിദേശ മദ്യം? നമ്മളിത് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. വിദേശ മദ്യം എന്താണെന്ന്. എന്താണ് വിദേശ മദ്യം? അബ്കാരി നിയമപ്രകാരം നാടൻ മദ്യം ഒഴികെയുള്ള എല്ലാ മദ്യവും എന്താണ്? വിദേശ മദ്യമാണ്. അപ്പോൾ അബ്കാരി നിയമപ്രകാരം നാടൻ മദ്യം ഒഴികെയുള്ള എല്ലാ മദ്യത്തെയും നമുക്ക് വിദേശ മദ്യങ്ങൾ എന്ന് പറയാം. ദാറ്റ് മേ ബി വൈൻ, സ്പിരിറ്റ്, ബിയർ, സൈഡർ, ഫെനി. സൈഡർ എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, ഈ പുളിപ്പിച്ചുണ്ടാക്കുന്നതാണ്. നമ്മളങ്ങനെ കുറേ പേരുണ്ട്. സൈഡർ എന്ന് പറയും, ഷെൽസർ എന്ന് പറയും, അങ്ങനെ കുറേ സംഭവം. ബിയറിൻ്റെയും വൈനിൻ്റെയും ഇടയ്ക്ക് വരുന്ന കുറേ വകഭേദങ്ങളാണ് ഇവയൊക്കെ. അപ്പോൾ ഇവയെല്ലാം നമുക്ക് എന്ത് പറയാം, വിദേശ മദ്യം എന്ന് പറയും. ഇപ്പം നാടൻ മദ്യം എന്ന് പറയുമ്പോൾ കള്ള് അല്ലെങ്കിൽ കൊക്കോ ബ്രാൻഡ്, ഈ 2 സാധനങ്ങളല്ലാതെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വിദേശ മദ്യങ്ങൾ എന്നുള്ള രീതിയിലാണ് വരുന്നത്. കൊക്കോ ബ്രാൻഡ് ഒരു പരിധിവരെ 2 രീതിയിലും വരുന്നതാണ്. നമുക്ക് നോക്കാം. കൊക്കോ ബ്രാൻഡിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ശരി, എന്താണ് ലൈസൻസ്? ഒരു മദ്യ ലൈസൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? എടാ, ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഞാൻ നേരെ ഇവിടെ നിന്ന് പോകുന്ന വഴിക്ക് അടുത്തുള്ളൊരു ബിവറേജ് ഔട്ട്ലെറ്റിൽ പോകുന്നു. അവിടെ നിന്ന് ഞാനൊരു 3 ലിറ്റർ മദ്യം വാങ്ങുന്നു. അവിടെ പോയി എനിക്ക് 3 ലിറ്റർ മദ്യമേ തരത്തുള്ളൂ, അതാ 3 ലിറ്റർ വാങ്ങുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തറിയോ, നേരെ വീട്ടിൽ പോയിട്ട് എന്താ പറയുക, ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ക്ലാസ് എടുക്കുന്ന ദിവസം ഒരു മാസാവസാനം എന്ന് വിചാരിക്കുക. പിറ്റേ ദിവസം 1-ാം തീയതിയാണ്. അപ്പോൾ അന്ന് മദ്യശാലകൾക്കൊക്കെ അവധിയുള്ള ദിവസമല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അവധി ദിവസങ്ങൾ ഏതൊക്കെയാണ്. ഞാനിങ്ങനെ വീട്ടിൽ ഇരുന്നിട്ട് വീട്ടിലൊരു കൗണ്ടറൊക്കെ സെറ്റ് ചെയ്തു. വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു കൗണ്ടറൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ എന്താ പറയുക, ഓരോ പെഗ്ഗിനും 100 രൂപ വെച്ച് കൊടുക്കുവാണ്. അപ്പോൾ 1 ലിറ്റർ സാധനമുണ്ട്, അതിനെ ആ 100 രൂപയ്ക്ക് ഓരോ പെഗ്ഗ് വെച്ച് കൊടുത്തു. വീണ്ടും അടുത്ത ലിറ്റർ എടുക്കുന്നു. അപ്പോൾ ഞാൻ എന്ത് കാശുണ്ടാക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിയോ. അപ്പോൾ ഈ ഒരു സംഭവം അങ്ങനെ എനിക്ക് വിൽക്കാൻ പറ്റുമോ? ഇല്ല, എക്സൈസ് പിടിച്ചുകൊണ്ട് പോകും അല്ലേ. അപ്പോൾ അതെന്തുകൊണ്ട് എക്സൈസ് പിടിച്ചുകൊണ്ട് പോകുന്നു എന്ന് വെച്ചാൽ ഇത് തെറ്റാണ്. ആർക്കൊക്കെ മദ്യം വിൽക്കാമെന്ന് അല്ലെങ്കിൽ ആർക്കൊക്കെ ഏതൊക്കെ രീതിയിൽ മദ്യം വിൽക്കാമെന്ന് എന്തുണ്ട്, ലൈസൻസ് വേണം. എക്സൈസ് കമ്മീഷണറോ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറോ നൽകുന്ന ലൈസൻസോടുകൂടെ മാത്രമേ നമുക്ക് അത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുള്ളൂ. നമുക്ക് നോക്കാം. മദ്യ ലൈസൻസ് എന്നാൽ മദ്യത്തിൻ്റെ ഉൽപാദനം, ഇറക്കുമതി, കയറ്റുമതി, കൈവശം വയ്ക്കൽ. എന്തിനൊക്കെയാണ്? മദ്യത്തിൻ്റെ ഉൽപാദനം, ഇറക്കുമതി, കയറ്റുമതി, കൈവശം വയ്ക്കൽ എന്നിവയിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും സംസ്ഥാന എക്സൈസ് വകുപ്പ് നൽകുന്ന അനുമതിയാണ് മദ്യ ലൈസൻസ്. അപ്പോൾ മദ്യത്തിൻ്റെ കയറ്റുമതിയാവാം, ഇറക്കുമതിയാവാം, വിൽപ്പനയാവാം, വിപണനമാവാം, അല്ലെങ്കിൽ കൈവശം വയ്ക്കലാവാം. അപ്പോൾ അതിലുമായി ഏർപ്പെടാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അത് ചെയ്യാൻ ബിസിനസ്സായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും എക്സൈസ് വകുപ്പ് നൽകുന്ന അനുമതിയാണ് മദ്യ ലൈസൻസ്. അപ്പോൾ മദ്യ ലൈസൻസ് നൽകുന്ന വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ എക്സൈസ് വകുപ്പ്. അതിന് ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥർ ആരൊക്കെയെന്നാണ് ചോദ്യമെങ്കിൽ അവിടെ ഉത്തരം വരുന്നത് എക്സൈസ് കമ്മീഷണറും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുമാണ്. അത് പല ലൈസൻസുകളിൽ ഇത് മാറി വരും. നമ്മളത് അങ്ങേക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാതെ പഠിക്കാം. ഓക്കെ, നൗ മദ്യം വിൽക്കാൻ അനുമതിയുള്ളവർ ആർക്കൊക്കെയാണ്? 1 മദ്യ ഷോപ്പുകൾ, പിന്നെ പൊതുമദ്യശാലകൾ, ക്ലബ്ബുകൾ, ബാറുകൾ, ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ. അപ്പോൾ എവിടെയൊക്കെ മദ്യം വിൽക്കാൻ അനുമതിയുണ്ട്? മദ്യ ഷോപ്പുകളിൽ മദ്യം വിൽക്കാം, പൊതുമദ്യശാലകൾക്ക് മദ്യം വിൽക്കാനുള്ള അനുമതി നൽകാം, ക്ലബ്ബുകൾക്ക് മദ്യം വിൽക്കാനുള്ള അനുമതി നൽകാം, ബാറുകൾക്ക് മദ്യം വിൽക്കാൻ അനുമതി നൽകാം, ഹോട്ടലുകൾക്ക് മദ്യം വിൽക്കാൻ അനുമതി നൽകാം, റെസ്റ്റോറൻറ്റുകൾക്ക് മദ്യം വിൽക്കാൻ അനുമതി നൽകാം. അടുത്ത്, അതത് സംസ്ഥാനങ്ങളിലെ വിൽപ്പനയും
മദ്യവിതരണവും, അതായത് സംസ്ഥാനങ്ങളിലെ വിൽപ്പനയും മദ്യവിതരണവും നിർദ്ദേശിക്കുന്ന ഓർഗനൈസേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ആൽക്കഹോളിക് ബിവറേജ് കൺട്രോൾ. ആ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ സ്ഥാപനം ഏതാണ്? ആൽക്കഹോളിക് ബിവറേജ് കൺട്രോൾ. ആൽക്കഹോളിക് ബിവറേജ് കൺട്രോൾ. അപ്പോൾ ഏതാണ് ആ സ്ഥാപനത്തിൻ്റെ പേര് പറഞ്ഞത്? ആൽക്കഹോളിക് ബീവറേജ് കൺട്രോൾ ആണ്. ആൽക്കഹോളിക് ബീവറേജ് കൺട്രോൾ ആണ്. അതത് സ്ഥാപനങ്ങളിൽ എന്ത് ചെയ്യാൻ, സംസ്ഥാനങ്ങളിൽ മദ്യം വിൽക്കുന്നതിനുള്ള അനുമതി നൽകുന്നത് ആൽക്കഹോളിക് ബിവറേജ് കൺട്രോൾ അല്ലെങ്കിൽ ABC ആണ്. ആലോചിക്കുക. അപ്പോൾ ലൈസൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? വിൽക്കാനുള്ള അനുമതി പത്രമാണ് ലൈസൻസ്. ഇനി അത് എങ്ങനെയാണ്, ഏതൊക്കെ തരത്തിലുണ്ട്, എന്താണ് അതിൻ്റെ മറ്റു കാര്യങ്ങളും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. മദ്യ ലൈസൻസുകളുടെ തരംതിരിവ്. അപ്പോൾ എല്ലാ ആൾക്കാർക്കും ഒരേ, നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവില്ലേ, ചിലപ്പോൾ നിങ്ങൾ ബാറുകൾ കാണും, ചിലപ്പോൾ ബിയർ ആൻഡ് വൈൻ പാർലറുകൾ കാണും, ചിലപ്പോൾ നിങ്ങൾ കാണുന്നത് കൺസ്യൂമർ ഫെഡിൻ്റെ ബിവറേജ് ഔട്ട്ലെറ്റുകൾ കാണും, ചിലപ്പോൾ അല്ലാതെ ബിവറേജ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റ് കാണും. അപ്പോൾ എല്ലാവരും ഇത് വിൽക്കുന്നുണ്ടോ? ഒരുപാട് പേരുണ്ട് മദ്യം വിൽക്കുന്നത്, ഒരാൾ മാത്രമല്ല. ഇതല്ലാതെ കള്ളുഷാപ്പുകളുണ്ട്. കള്ളുഷാപ്പുകൾ ഇതിൽ വരുന്നതല്ല, വിദേശ മദ്യമല്ലല്ലോ. അപ്പോൾ ഇതെങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് പലതരത്തിലുള്ള ലൈസൻസസ് എന്താണെന്ന് നോക്കാം. പിന്നെ ലൈസൻസുകളുടെ തരവും നോക്കാം. ആദ്യം ബിയർ ആൻഡ് വൈൻ ലൈസൻസ്. ബിയറും വൈനും പോലെയുള്ള സോഫ്റ്റ് ആൻഡ് മൈൽഡ് ലിക്കേഴ്സ്, നേർത്ത മദ്യങ്ങൾ. അപ്പോൾ ബിയർ വൈന് പോലെയുള്ള സോഫ്റ്റ് ആൻഡ് മൈൽഡ് ലിക്കർ വിൽക്കാൻ ആഗ്രഹിക്കുന്ന റെസ്റ്റോറൻറ്റ് ഓർ ബാർ ഉടമകൾക്ക് ഉള്ളതാണ് ബിയർ ആൻഡ് വൈൻ ലൈസൻസ്. അപ്പോൾ ബിയറും വൈനും വിൽക്കുന്ന അല്ലെങ്കിൽ അത് വിൽക്കാൻ ആഗ്രഹിക്കുന്ന റെസ്റ്റോറൻറ്റ് ഹോട്ടൽ ഉടമകൾക്ക് കൊടുക്കുന്നതാണ് ബിയർ ആൻഡ് വൈൻ ലൈസൻസ്. അവർക്ക് നേർത്ത മദ്യങ്ങളായ ബിയറും വൈനും മാത്രമേ വിൽക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലാതെ വരുന്ന ഡ്രിങ്ക്സ് വിൽക്കാൻ സാധിക്കില്ല. ഈ ലൈസൻസ് കിട്ടിയ ആൾക്ക് ഏതെങ്കിലും ഹാർഡ് ലിക്കർ കൈകാര്യം ചെയ്യാൻ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഒരു ബിയർ ആൻഡ് വൈൻ പാർലറിൽ ഒരിക്കലും ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമോ വിദേശ നിർമ്മിത വിദേശ മദ്യമോ വിൽക്കാൻ പാടില്ല. അത് ബിയർ ആൻഡ് വൈൻ പാർലറിൻ്റെ ലൈസൻസ് മാത്രമേ ഇവിടെയുള്ളൂ, അതുകൊണ്ട് മറ്റേത് അവിടെ കൊടുക്കാനായിട്ട് പാടില്ല. ഓക്കെ, നെക്സ്റ്റ് റെസ്റ്റോറൻറ്റ് ലിക്കർ ലൈസൻസ്. രണ്ടാമത് വരുന്നത് റെസ്റ്റോറൻറ്റ് ലിക്കർ ലൈസൻസ്. റെസ്റ്റോറൻറ്റുകളുടെ പരിസരത്ത് തന്നെ മദ്യം വിളമ്പാൻ നൽകുന്ന ലൈസൻസാണ് റെസ്റ്റോറൻറ്റ് ലിക്കർ ലൈസൻസ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് റെസ്റ്റോറൻറ്റുകളിൽ മദ്യം വിളമ്പുന്നത് കാണാൻ പറ്റും. അതായത് അവിടെ ബിയർ ആൻഡ് വൈൻ പാർലേഴ്സ് ആയിരിക്കില്ല, അതിനപ്പുറം എന്താണ്, റെസ്റ്റോറൻറ്റുകളിൽ മദ്യം വിളമ്പും. അതിപ്പോൾ നമുക്കിപ്പോൾ എന്താ പറയുക, നമുക്കിപ്പോൾ വർക്കല, കോവളം അതുപോലെയുള്ള ബീച്ച് സൈഡ്സ് ഏരിയാസൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചയാണ് റെസ്റ്റോറൻറ്റുകളിൽ മദ്യം വിളമ്പുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതിന് കൊടുക്കുന്ന ലൈസൻസ് ഏതാണ്? റെസ്റ്റോറൻറ്റ് ലിക്കർ ലൈസൻസ്. റെസ്റ്റോറൻറ്റുകളുടെ പരിസരത്ത് തന്നെ മദ്യം വിളമ്പാൻ നൽകുന്ന ലൈസൻസ്, ഇതിനെ ഓൾ ലിക്കർ ലൈസൻസ് എന്നാണ് വിളിക്കുക, ബിയർ ആൻഡ് വൈൻ അല്ല. ഇത്തരം റെസ്റ്റോറൻറ്റുകളിൽ മദ്യവരുമാനം 40% കൂടുതൽ അല്ലെങ്കിൽ മാത്രമേ അത്തരം റെസ്റ്റോറൻറ്റുകൾക്ക് ഈ ലൈസൻസ് നൽകുകയുള്ളൂ. അപ്പോൾ ഇത്തരം റെസ്റ്റോറൻറ്റുകളിൽ മദ്യത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത് ടോട്ടൽ വരുമാനത്തിൻ്റെ 40% ആയിരിക്കണം. അത് മെയിനായിട്ട് മദ്യമാണെന്നതിൽ അത് ബാറാക്കിക്കൂടെ, അതാ പറഞ്ഞേ. ഇപ്പോൾ ഇത്തരം റെസ്റ്റോറൻറ്റുകളിൽ മൊത്തം വിറ്റുവരവ് അല്ലെങ്കിൽ മൊത്തം വരുമാനത്തിൻ്റെ 40% മാത്രമേ എന്താകാൻ പാടുള്ളൂ, ഇവിടെ ഈ മദ്യത്തിലൂടെ ലഭിക്കാൻ പാടുള്ളൂ. അപ്പോൾ മൊത്തം വരുമാനത്തിൻ്റെ 40% മാത്രമേ എന്തിൽ വരാൻ പാടുള്ളൂ, മദ്യം വിറ്റ് കിട്ടാൻ പാടുള്ളൂ. എന്നാൽ മാത്രമാണ് എന്ത് കൊടുക്കുന്നത്, റെസ്റ്റോറൻറ്റ് ലിക്കർ ലൈസൻസ് കൊടുക്കുന്നത്. ശ്രദ്ധിക്കുക. അപ്പോൾ എത്രയാണ് പറഞ്ഞത്, 40%. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് എന്ത് ലൈസൻസ് ആയിരുന്നു? നമ്മൾ ആദ്യം പറഞ്ഞത് ഏതാണ്, ബിയർ ആൻഡ് വൈൻ ലൈസൻസ്. ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ലിക്കർ ലൈസൻസ്. ഇനി അടുത്ത് വരുന്നത് ടവേൺ ലിക്കർ ലൈസൻസ്. റെസ്റ്റോറൻറ്റുകൾക്ക് അവരുടെ ലാഭത്തിൻ്റെ പകുതിയും ഉണ്ടാകുന്നത് അവിടെയുള്ള മദ്യ വിൽപ്പന. അതായത് ഇവിടെ 50% റെസ്റ്റോറൻറ്റുകളിൽ എന്താണ്, മദ്യവിൽപ്പനയിലൂടെയാണ് ലാഭം ഉണ്ടാവുന്നതെങ്കിൽ അവിടെ കൊടുക്കുന്നത് ടവേൺ ലിക്കർ ലൈസൻസ്. ടവേൺ ലിക്കർ ലൈസൻസ് ആണ് ഇത് കൊടുക്കുന്നത്. ദെൻ ഇനി അടുത്ത് പോകുമ്പോൾ ബ്രൂ പബ് ഓഫ് ലിക്കർ ലൈസൻസ്. ബ്രൂ എന്ന് പറയുമ്പോൾ മദ്യം ഉണ്ടാക്കലാണ്, ബ്രൂവറീസ്. സ്വന്തമായി വീഞ്ഞും ബിയറും ഉണ്ടാക്കുന്നവർക്ക് നൽകുന്ന ലൈസൻസ് ആണ് ബ്രൂ പബ് ഓഫ് ലിക്കർ ലൈസൻസ്. സ്വന്തമായി വീഞ്ഞും ബിയറും ഉണ്ടാക്കുന്നവർക്ക് നൽകുന്നതാണ് ബ്രൂ പബ് ഓഫ് ലിക്കർ ലൈസൻസ്. ബ്രൂ പബ് ഓഫ് ലിക്കർ ലൈസൻസ്. അപ്പോൾ നിങ്ങളിവിടെ നോക്കുക, ഇപ്പോൾ നമ്മൾ വീട്ടിൽ വൈൻ ഉണ്ടാക്കിയെന്ന് വിചാരിച്ചോളൂ, എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് നമുക്ക് മേലിൽ കേസെടുക്കാൻ കഴിയും. അതായത് വാണിജ്യ അടിസ്ഥാനത്തിൽ തന്നെ ഉണ്ടാക്കണമെന്നില്ല,
അപ്പോൾ എനിക്ക് കുടിക്കാനായിട്ട് ഞാൻ വീട്ടിൽ കുറച്ച് വൈനും കുറച്ച് മദ്യവും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ പോലീസ് പിടിച്ചു പോകും. കാര്യം എന്താ, ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് മദ്യം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നറിയാം. ഞാൻ അതുകൊണ്ട് ഈ പ്രോസസ്സ് എല്ലാം വീട്ടിൽ ചെയ്ത് വെച്ചേക്കുക. എല്ലാം വീട്ടിൽ ചെയ്ത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, വാഷ്, നിങ്ങൾക്കോ ഇനി ജോലിക്ക് കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് മെയിൻ പരിപാടിയാണ് ഈ വാഷ് കണ്ടുപിടിക്കലും വാഷ് കലക്കി കളയലും ഒക്കെ. അതായത് വാഷ് എന്ന് പറയുന്നത് മദ്യം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാൻ വയ്ക്കുന്ന ആ ഒരു സംഭവമാണ് വാഷ് അല്ലെങ്കിൽ കോട എന്നൊക്കെ പറയും. അതായത് ഈ ഫ്രൂട്ട്സും മറ്റു കാര്യങ്ങളൊക്കെ കൂടെ ചെന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വയ്ക്കുന്നൊരു ലിക്വിഡ്. ഈ സാധനത്തിന് ഡിസ്റ്റിൽ ചെയ്തിട്ടോ ട്രിപ്പിൾ ഡിസ്റ്റിലൊക്കെ ചെയ്തിട്ടാണ് മദ്യത്തിലേക്ക് മാറ്റുക. ഞാൻ എൻ്റെ ഗാർഹിക ആവശ്യത്തിന് എനിക്ക് കഴിക്കാനായിട്ട് മാത്രമാണ് വീട്ടിൽ വെച്ചേക്കുന്നത്. പക്ഷേ അതും ഒഫൻസാണ്. കാര്യം ബ്രൂ ലൈസൻസോ അല്ലെങ്കിൽ വൈനോ, ഈവൻ വൈനോ ബിയറോ ഉണ്ടാക്കാൻ പോലും എന്താണ് ഈ പറഞ്ഞ പോലെ ലൈസൻസ് വേണം. അത്യാവശ്യം ബേസിക് കെമിസ്ട്രി അറിയാവുന്ന ആൾക്കാർക്ക് ഇത് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ ഉണ്ടാക്കിയാൽ എക്സൈസ് പിടിക്കും, കേസ് വരും, ജയിലിൽ കിടക്കേണ്ടി വരും. ഓക്കെ, നമ്മൾ അബ്കാരി ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഓരോ സംസ്ഥാനത്തെയും നിലവിലുള്ള മദ്യ നിയമങ്ങൾ അനുസരിച്ച് വിവിധ തരം മദ്യ ലൈസൻസുകൾ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ സംസ്ഥാനത്തും നിലവിലുള്ള മദ്യ നിയമങ്ങൾ അനുസരിച്ച് വിവിധ തരം ലൈസൻസുകൾ അനുവദിച്ചിട്ടുണ്ട്. ഇതിനി അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ ആ നമ്പേഴ്സ് കാണാതെ പഠിക്കണം, അത് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി അങ്ങോട്ട് പറയുന്നതിലെ ആ ഒരു നമ്പേഴ്സ് എന്ത് ചെയ്യുക, മാക്സിമം ശ്രദ്ധിച്ചിരുന്ന് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. സി, കേരളത്തിലെ ലിക്കർ ലൈസൻസുകളാണ് നോക്കുന്നത്. ആദ്യത്തേത് FL1, ഫോറിൻ ലിക്കർ ലൈസൻസ് 1, ഫോറിൻ ലിക്കർ ലൈസൻസ് ആണ് 1. ഇത് ആർക്കാ കൊടുക്കുന്നത്? KSBCക്കും കേരള സ്റ്റേറ്റ് കൺസ്യൂമർ, നമ്മൾ പറയാം കൺസ്യൂമർ ഫെഡിനുണ്ടെന്ന്, അതുപോലെ ആ ഒരു കൺസ്യൂമർ ഫെഡറേഷന് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ സോറി കൺസ്യൂമർ ഫെഡറേഷൻ ശരിക്കും സിവിൽ സപ്ലൈസിൻ്റെ കേട്ടോ. ഓക്കെ, നോക്കുക. അപ്പോൾ എക്സ്ക്ലൂസീവ്ലി ടു KSBC ആൻഡ് KSCCF. അപ്പോൾ KSBC നമ്മുടെ ബിവറേജ് ഓപ്പറേഷൻ, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ കൺസ്യൂമർ ഫെഡ്, ഇവർക്കൊക്കെ വരുന്നതാണ്. അപ്പോൾ കൺസ്യൂമർ ഫെഡും അതുപോലെ തന്നെ ഫെഡറേഷൻസിനൊക്കെ വരുന്നതാണ് ഏത്, FL1. എടാ ശരിക്കും പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, സംഭവം എന്താണ്, നമ്മളുടെ ആർക്കൊക്കെ ഇവിടെ വിൽക്കാൻ പറ്റുന്ന പറയണേ, നമ്മുടെ ബിവറേജ് ഔട്ട്ലെറ്റുകളില്ലേ, ബെവ്കോ ഔട്ട്ലെറ്റുകളില്ലേ, ബിവറേജ് ഷോപ്പുകളില്ലേ. ഓക്കെ, ഈ ബിവറേജ് ഷോപ്പുകൾ തുടങ്ങാനായിട്ട് കൊടുക്കുന്ന ലൈസൻസ് ആണ് FL1, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബിവറേജ് ഔട്ട്ലെറ്റുകൾ അല്ലെങ്കിൽ ബെവ്കോ ഔട്ട്ലെറ്റുകൾ തുടങ്ങുന്നതിനായി കൊടുക്കുന്ന ലൈസൻസ് FL1. FL1ൽ എന്തൊക്കെ കാര്യങ്ങൾ വരും നമുക്ക് പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ പഠിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് എന്തേ പഠിക്കുന്നുള്ളൂ, FL1 ആർക്ക് കൊടുക്കും, എന്താണ് അവിടുത്തെ പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രം നോക്കുന്നത്. നമ്മളിത് ഡീറ്റെയിൽ ചെയ്ത് FL1 FL3 ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ചെയ്ത് പഠിക്കാനുണ്ട്, അങ്ങോട്ട് പോകും. അപ്പോൾ FL1 നമ്മുടെ ബിവറേജ് ഓപ്പറേഷൻ ബെവ്കോ ഔട്ട്ലെറ്റ് തുടങ്ങാൻ കൊടുക്കുന്ന ലൈസൻസ് ആണ് FL1. ഡിസ്റ്റൻസ് 200 മീറ്റർ. ഇത് ഉദ്ദേശിക്കുന്നത് പള്ളികൾ, സ്കൂളുകൾ, അതുപോലെ ആരാധനാലയങ്ങൾ, പൊതു ഇടങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ പൊതു എന്താ പറയുക സെമിത്തേരികൾ, അതിനൊക്കെ 200 വാര ചുറ്റളവിലേ ഇത് തുറക്കാനായിട്ട് പാടുള്ളൂ. ദെൻ അനുമതി കൊടുക്കുന്നത് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ. അപ്പോൾ FL1 ലൈസൻസ്, ബിവറേജ് ഔട്ട്ലെറ്റുകൾ തുടങ്ങാനുള്ള FL1 ലൈസൻസിന് അനുമതി കൊടുക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ. അപ്പോൾ FL1 ലൈസൻസ് വരുന്നത് ബെവ്കോ ഔട്ട്ലെറ്റ് തുടങ്ങാനായിട്ട് കൊടുക്കുന്നതാണ്. ആ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറാണ്. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത്, അപ്പോൾ FL1 ക്ലിയർ ആണ്. ലാസ്റ്റ് ടൈം ഒരിക്കൽ കൂടെ നോക്കിക്കോ. FL1 ലൈസൻസ് KSBCക്കും KSCCFനുമാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ബെവ്കോ ഔട്ട്ലെറ്റുകൾ തുടങ്ങാൻ കൊടുക്കുന്ന ലൈസൻസ് ആണെന്ന് ആലോചിക്കുക, ഇഷ്യൂ ചെയ്തത് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറാണ്. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് FL3 ലൈസൻസ് ആണ്. FL3 ലൈസൻസ് കൊടുക്കുന്നത് 3 സ്റ്റാർ ഹോട്ടലുകൾക്കും അതിന് മുകളിലുമുള്ള ആൾക്കാർക്ക് ബാർ തുടങ്ങാൻ കൊടുക്കുന്ന ലൈസൻസിയാണ് FL3 ലൈസൻസ്. അപ്പോൾ 3 സ്റ്റാർ ഹോട്ടലുകൾക്കും അതിന് മുകളിലുമുള്ള ഹോട്ടലുകൾക്ക് ബാറുകൾ തുടങ്ങാനൊക്കെ കൊടുക്കുന്ന ലൈസൻസാണ് ഏത്, FL3 ലൈസൻസ്. FL3 ലൈസൻസ് അനുസരിച്ച് ഇവിടെയും ഡിസ്റ്റൻസ് പറയുന്നത് 200 മീറ്റർ ആണ്. 200 മീറ്റർ പരിധിയാണ്. അപ്പോൾ പള്ളി ആരാധനയ്ക്ക് 200 മീറ്റർ നിൽക്കണം. പക്ഷേ 4 സ്റ്റാർ ഹോസ്പിറ്റൽസ് ആണെങ്കിലും, ക്ഷമിക്കുക, ഹോസ്പിറ്റലല്ല, ആക്ച്വലി അത് ഹോട്ടലാണ്. 4 സ്റ്റാർ ഹോട്ടൽ, 4 സ്റ്റാറും അതിന് മുകളിലുള്ള ഹോട്ടലാണെങ്കിൽ 50 മീറ്റർ പരിധി മതി. അതൊരുമാതിരി നയമായി പോയി. എന്നാലും നമുക്ക് നയമായതുകൊണ്ട് അതിലൊന്നും പറയാനില്ല. അതായത് സാധാരണ സ്കൂളുകളിൽ നിന്നും മറ്റ് ആരാധനാലയങ്ങളിൽ നിന്നും ഒക്കെ 200 മീറ്റർ അകലം പാലിക്കണം ബാറുകൾ. എന്നാൽ 4 സ്റ്റാർ ഹോട്ടലുകൾക്കും അതിന് മുകളിലും എത്ര മതി,
50 മീറ്റർ മതി. പിന്നെ ഈ നിയമങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക, ചിലപ്പോൾ പ്രാദേശികമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം, അതും കൂടെ ഒന്ന് ആലോചിക്കുക. അപ്പോൾ FL3 കൊടുക്കുന്നത് 3 സ്റ്റാർ ഹോട്ടലുകൾക്കും അതിന് മുകളിലുള്ളതാണ്. ഇഷ്യൂ ചെയ്യുന്നത് എക്സൈസ് കമ്മീഷണർ അല്ലെങ്കിൽ അധികാരപ്പെടുത്തിയിരിക്കുന്ന സർക്കാർ ഉത്തരവ് അനുസരിച്ചാണ് എക്സൈസ് കമ്മീഷണർ. ബൈ ഓർഡർ സർക്കാർ ഉത്തരവ് പ്രകാരം. ഓക്കെ, അപ്പോൾ ലൈസൻസിങ് അതോറിറ്റി എക്സൈസ് കമ്മീഷണർ. അപ്പോൾ FL1 ലൈസൻസ് നമ്മുടെ ബെവ്കോ ഔട്ട്ലെറ്റ് തുടങ്ങാൻ കൊടുക്കുന്നതാണ്, അത് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറാണ്. എന്നാൽ FL3 വരുന്നത് 3 സ്റ്റാർ ഹോട്ടലുകൾക്കും അതിന് മുകളിലുള്ള ഹോട്ടലുകൾക്കുമുള്ള ബാർ ലൈസൻസിയാണ് FL3 വരുന്നത്. മുന്നോട്ട് പോവാം. ദെൻ FL4 വരുന്നത് ക്ലബ്ബുകൾക്കാണ്. പ്രീവിയസ് ചോദ്യമാണ്. FL4 ലൈസൻസ് വരുന്നത്, ഫോറിൻ ലിക്കർ ലൈസൻസ് FL4 വരുന്നത് ക്ലബ്ബുകൾക്കാണ്. വിത്ത് ക്യാരക്ടർ സോളി ടു ദ റിക്വയർമെന്റ് ഓഫ് സീമെൻ ആൻഡ് മറൈൻ ഓഫീസേഴ്സ്. ആർക്ക് വേണ്ടിയിട്ടുള്ള ക്ലബ്ബുകൾക്കാണ്? ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഇപ്പം FL4 വരുന്നത് സീമെൻ അതുപോലെ തന്നെ മറൈൻ ഓഫീസർ. അപ്പം ഈ നേവിയിലെ ഉദ്യോഗസ്ഥരില്ലേ, മറൈൻ ഉദ്യോഗസ്ഥർ. അപ്പോൾ സീമെൻ ആൻഡ് മറൈൻ ഉദ്യോഗസ്ഥർക്കുള്ള ക്ലബ്ബുകളിൽ മദ്യം വിളമ്പുന്നതിന് ആരുടെ നേതൃത്വ പ്രകാരം? നമ്മുടെ മദ്യം വിളമ്പാൻ ഈ ഡയറക്ടർ ജനറൽ വരുന്നല്ല, അയാളുടെ ഗൈഡൻസ് പ്രകാരം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ. ഇപ്പം മറൈൻ ഉദ്യോഗസ്ഥരുടെ ക്ലബിൽ മദ്യം വിളമ്പാൻ അനുവാദം അല്ലെങ്കിൽ കൊടുക്കുന്ന ലൈസൻസാണ് FL4. അപ്പോൾ FL4 വരുന്നത് സീമെൻ ആൻഡ് മറൈൻ ഓഫീസേഴ്സിൻ്റെ ക്ലബിൽ മദ്യം വിളമ്പുന്നതിനാണ് FL4 കൊടുക്കുന്നത്. ഇവിടെ ഡിസ്റ്റൻസ് പറയുന്നില്ല. ദെൻ ലൈസൻസിങ് അതോറിറ്റി എക്സൈസ് കമ്മീഷണറാണ്. അപ്പോൾ FL4 ആയാലും എക്സൈസ് കമ്മീഷണറാണ്. FL3 ഫോർ ലിക്കർ ലൈസൻസ് 3 ആയിരുന്നാലും കൊടുക്കുന്നത് എക്സൈസ് കമ്മീഷണറാണ്. 3 കൊടുക്കുന്നത് 3 സ്റ്റാർ ഹോട്ടലിനും അതിന് മുകളിലുള്ളവർക്ക് തുടങ്ങാനാണ് 3 കൊടുക്കുന്നത്. എന്നാൽ FL4 ലൈസൻസ് വരുന്നത് മറൈൻ ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട ക്ലബ്ബുകളിൽ മദ്യം വിളമ്പാനാണ്. എന്നാൽ FL4A ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. എക്സിസ്റ്റിംഗ് ക്ലബ്സ് വിച്ച് ഹാസ് കംപ്ലീറ്റഡ് 10 years ഓഫ് എക്സിസ്റ്റൻസ്, 10 വർഷത്തിലധികമായി നിലനിൽക്കുന്ന ഒരു സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്യുന്ന ക്ലബ്ബ്. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ക്ലബ്ബുകളുണ്ട്. ഇപ്പോൾ ചില ക്ലബ്ബുകളിൽ എന്ത് ചെയ്യാം, മദ്യം വിളമ്പാം. 10 വർഷത്തിലധികം നിലനിൽക്കുന്ന അല്ലെങ്കിൽ 10 വർഷത്തിന് മുമ്പേ ഇവിടെ നിൽക്കുന്ന സൊസൈറ്റീസായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്ലബ്ബുകളിൽ, 10 വർഷം കൊണ്ടേ നിൽക്കുന്ന സൊസൈറ്റീസായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്ലബ്ബുകളിൽ നമുക്ക് എന്ത് ചെയ്യാടെ, മദ്യം വിളമ്പാം. 10 വർഷം കൊണ്ടേ നിൽക്കുന്ന സൊസൈറ്റീസായിട്ട് രജിസ്റ്റർ ക്ലബ്ബിൽ മദ്യം വിളമ്പാം. അതിന് എന്താണ്, വെറുതെ അല്ല, ഈ നമ്മളിത് കൊടുത്ത ഈ ലൈസൻസ് കിട്ടിയാൽ FL4A ഫോറിൻ ലിക്കർ ലൈസൻസ് 4A ആണ് അത് ഇഷ്യൂ ചെയ്യുന്നത്. ഇവിടെ ഡിസ്റ്റൻസ് പറയുന്നില്ല. ലൈസൻസിങ് അതോറിറ്റി എക്സൈസ് കമ്മീഷണറാണ്. ഇപ്പോൾ FL4Aയുടെയും ലൈസൻസിങ് അതോറിറ്റി എന്ന് പറയുന്നത് എക്സൈസ് കമ്മീഷണർ. FL4 ലിക്കർ ലൈസൻസ് 4Aയുടെയും ലൈസൻസിങ് അതോറിറ്റി എന്ന് പറയുന്നത് എക്സൈസ് കമ്മീഷണർ. ലൈസൻസിങ് അതോറിറ്റി എന്ന് പറയുന്നത് എക്സൈസ് കമ്മീഷണറാണ്. അപ്പോൾ 4 വരുന്നത് സീമെൻ മറൈൻ ഉദ്യോഗസ്ഥർക്കുള്ള ക്ലബിൻ്റെയാണ്. എന്നാൽ FL4A വരുന്നത് ആർക്കായിട്ടാണ്? അത് വരുന്നത് 10 വർഷത്തിലധികം നിലനിൽക്കുന്ന ക്ലബ്ബുകൾക്ക്. അപ്പോൾ ക്ലബ്ബുകളിൽ മദ്യം വിളമ്പാനായി നൽകുന്ന ലൈസൻസ് FL4A. ക്ലബ്ബുകളിൽ ഇത് മറ്റേ മറൈൻ ഉദ്യോഗസ്ഥരുടെ ക്ലബ്ബ് FL4. എന്നാൽ ക്ലബ്ബുകളിലാണെങ്കിൽ FL4A ആണ്, ഓർമ്മിക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയേ മക്കളെ. ആദ്യം മുന്നത്തെ സ്ലൈഡ് എടുത്ത് വരാം. ഇത് ചോദിക്കോ, FL1 ആർക്കാ കൊടുക്കുക, FL3 ആർക്കാ കൊടുക്കുന്നതെന്ന്. അതിനുശേഷം നമുക്ക് നോക്കാം. ഇതിവിടെ നോക്കിയോളൂ, FL4ഉം FL4Aയും. ഓക്കെ, അടുത്ത FL5 ആണ്. FL5 എന്ന് പറയുന്നത് മെഡിക്കേറ്റഡ് വൈൻസും അതുപോലുള്ള സിമിലർ പ്രിപ്പറേഷനും. ഈ മെഡിക്കേറ്റഡ് വൈൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഈ അരിഷ്ടം, രസായനങ്ങൾ, അപ്പോൾ ഇതുപോലെ ചില സംഭവങ്ങൾ ഫെർമെൻറ്റ് ചെയ്തുണ്ടാക്കപ്പെടുമ്പോൾ അതിൽ ആൽക്കഹോൾ കണ്ടൻറ്റ് ഉണ്ടായിരിക്കും. മനസ്സിലാക്കുക, ഫെർമെൻറ്റ് ചെയ്തുണ്ടാക്കുന്ന സമയത്ത് അതിൽ ആൽക്കഹോൾ കോണ്ടൻറ്റ് ഉണ്ടായിരിക്കും. ഈ ആൽക്കഹോൾ കണ്ടൻറ്റ് ഉള്ളതിന് നമ്മൾ മദ്യം തന്നെയാണ് പറയുക. അത് വീര്യം കുറയുക, സോഫ്റ്റ് ആയിട്ട് വലിയ രീതിയിൽ എന്താ പറയുക, വിദേശ മദ്യം പോലുള്ളൊരു ആൽക്കഹോൾ കോണ്ടൻറ്റ് അല്ല ഉണ്ടാവുന്നത്. സോഫ്റ്റ് ആയിട്ടുള്ള മദ്യം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതുപോലത്തെ ബിയർ ആൻഡ് വൈൻ ആ ഒരു കാറ്റഗറിയിൽ വരുന്നത് ശരിക്കും പറഞ്ഞാൽ 15.5 അകത്ത് വരും. അപ്പോൾ 4 സ്റ്റൈൽ ഓഫ് മെഡിക്കേറ്റഡ് വൈൻസ് എന്ന് പറയുന്നത് അരിഷ്ടങ്ങളെ ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ അതിന് കൊടുക്കുന്നത് FL5. മെഡിക്കേറ്റഡ് വൈൻസ് അതൊക്കെ ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതിനും അതുപോലെ തന്നെ അത് വിൽക്കുന്നതിനും കൊടുക്കുന്ന ലൈസൻസ് FL5 ഇഷ്യൂ ചെയ്യുന്നത് എക്സൈസ് കമ്മീഷണറാണ്, ദൂരപരിധി പറയുന്നില്ല. അപ്പോൾ മെഡിക്കേറ്റഡ് വൈൻസ് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ എക്സൈസ് കമ്മീഷണറാണ്. FL5 ആണ് മെഡിക്കേറ്റഡ് വൈൻസ്
അതിൻ്റെ അതുപോലത്തെ സിമിലർ പ്രിപ്പറേഷൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇഷ്യൂ ചെയ്യുന്നത് നമ്മുടെ എക്സൈസ് കമ്മീഷണറാണ്. FL5 ആണ് ലൈസൻസ്. FL6 പോകുന്ന സമയത്തോ തൽക്കാലം എന്തെങ്കിലും സാഹചര്യത്തിൽ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അല്ല എന്ന് വിചാരിക്കുക. ഓക്കെ, when the circumstances does not allow the issue of licenses of any of other description on such terms and conditions and for such period as the excise commissioner may determine on each occasions. അതായത് എന്തെങ്കിലും സാഹചര്യങ്ങളാൽ മറ്റേതെങ്കിലും ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നതിനുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ താൽക്കാലികമായിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നൊരു ലൈസൻസാണ് FL6. FL6 ദൂരപരിധിയൊന്നും പറയണില്ല. ഇഷ്യൂ ചെയ്യാൻ അധികാരമുള്ളത് എക്സൈസ് കമ്മീഷണർ. അപ്പോൾ എന്തെങ്കിലും കാരണങ്ങളാൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ലൈസൻസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ആ സമയത്ത് എക്സൈസ് കമ്മീഷണർക്ക് എന്താ പറയുക, അവർക്ക് ആ സമയത്ത് അലൗ ചെയ്യാൻ പറ്റുന്ന ലൈസൻസാണ് FL6 ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. ഇപ്പോൾ 5 എന്ന് പറയുമ്പോൾ മെഡിക്കേറ്റഡ് വൈൻസിന് കൊടുക്കുന്നതാണ്. അപ്പോൾ ആദ്യം തൊട്ടേ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. FL1 എന്ന് പറയുമ്പോൾ അത് കൊടുക്കുന്നത് ബെവ്കോ ഔട്ട്ലെറ്റുകൾക്ക് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്. FL3 വരുമ്പോൾ അത് കൊടുക്കുന്നത് 3 സ്റ്റാർ മുതൽ മുകളിലോട്ടുള്ള ഹോട്ടലുകളിൽ മദ്യം വിളമ്പാനാണ്. എന്നാൽ FL4 വരുമ്പോഴോ, FL4 വന്നപ്പോൾ എന്താ പറഞ്ഞത്, അത് നമ്മുടെ ക്ലബ്ബുകളുമായി ബന്ധപ്പെട്ടാണ്. FL4 വരുന്നത് ക്ലബ്ബുകളുമായി ബന്ധപ്പെട്ടായിരുന്നു. ഓക്കെ, ക്ഷമിക്കാം. FL4 ആർക്ക ക്ലബ്ബുകളാണ്, മറൈൻ ക്ലബ്ബുകൾക്ക് അല്ലെ, മറൈൻ ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലബ്ബുകളിലാണ്. FL4A ആണ് 10 വർഷത്തിലധികമായി പ്രവർത്തിക്കുന്ന ക്ലബ്ബുകൾക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്യാം. ദെൻ FL5 ഇതൊന്നും വെറുതെ അല്ല കേട്ടോ, ഇതിന് ഫീസ് അടയ്ക്കണം കേട്ടോ. ഈ ലൈസൻസ് കൊടുക്കാൻ ലൈസൻസ് പറയുമ്പോൾ വെറുതെ പോയി ലൈസൻസ് തരത്തില്ല. എക്സൈസിൻ്റെ ആ ഒരു തീരുവയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാശും തുകയൊക്കെ അടച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ആ ഒരു ഫണ്ട് അത് കൊടുത്താൽ മാത്രമേ ഈ ലൈസൻസ് കിട്ടുള്ളൂ. വെറുതെ കിട്ടില്ല, ലൈസൻസ് ചിലവുള്ള പ്രക്രിയയാണ്. അതിൽ വെറുതെ ഒരു ബാർ തുടങ്ങി കളയാമെന്ന് വിചാരിക്കരുത്, നടക്കില്ല. കുറേ പേപ്പർ വർക്ക് ഉണ്ട് ഇതിൻ്റെ പകല്. FL5 എന്ന് പറയുമ്പോൾ മെഡിക്കേറ്റഡ് വൈൻസിനാണ്. FL6 എന്ത് ചെയ്യുവാനാണ്, മറ്റ് ഒന്നും കൊടുക്കാൻ നിർവാഹമല്ല എങ്കിൽ ആ സമയത്ത് എക്സൈസ് കമ്മീഷണർക്ക് കൊടുക്കാൻ പറ്റുന്ന ലൈസൻസാണ് FL6. ദെൻ FL7 എയർ കാറ്ററേഴ്സിന് ഫ്ലൈറ്റിനുള്ളിൽ. ഇപ്പോൾ ഫ്ലൈറ്റിനുള്ളിൽ മദ്യം കിട്ടുമല്ലോ. ഇപ്പോൾ ഡൊമസ്റ്റിക് ആൻഡ് ഇൻ്റർനാഷണൽ എയർപോർട്ട്സിൽ ലോഞ്ച് ബാറുകൾ, അതായത് ഡൊമസ്റ്റിക് ആൻഡ് ഇൻ്റർനാഷണൽ എയർപോർട്ട്സുകളിൽ വിമാനത്തിനുള്ളിലും അതേപോലെ തന്നെ ലോഞ്ച് ബാറുകൾ, വിമാനത്തിനുള്ളിൽ മാത്രമല്ല ലോഞ്ച് ബാറുകൾ എന്ന് പറയുമ്പോൾ വിമാനത്താവളത്തിനുള്ളിൽ എന്താ പറയുക, ഹൈ ക്ലാസ് വെയിറ്റിംഗ് റൂമുകളെയാണ് നമ്മൾ ലോഞ്ചുകൾ എന്ന് പറയുക. അപ്പോൾ ഈ ലോഞ്ചുകളിലുള്ള ലോഞ്ച് ബാറുകളുണ്ട്. ലോഞ്ച് ബാറുകളിൽ മദ്യം വിളമ്പാൻ ശ്രദ്ധിക്കുക, ലോഞ്ച് ബാറുകളിൽ മദ്യം വിളമ്പാൻ അനുമതി നൽകുന്ന ലൈസൻസാണ് FL7. എയർപോർട്ടുകളിലും എയർ കാറ്ററേഴ്സിലും അതുപോലെ തന്നെ ഫ്ലൈറ്റ് സർവീസിലുമൊക്കെ ലോഞ്ച് ബാറുകളിൽ മദ്യം വിളമ്പാൻ നൽകുന്ന ലൈസൻസാണ് FL7. ലോഞ്ച് ബാറുകളിൽ മദ്യം വിളമ്പാനായി നൽകുന്ന ലൈസൻസാണ് FL7. ഇഷ്യൂ ചെയ്യുന്നത് എക്സൈസ് കമ്മീഷണർ തന്നെയാണ്. അപ്പോൾ ഓക്കെ, FL7 ഇഷ്യൂ ചെയ്യുന്ന ആര് തന്നെയാണ്, എക്സൈസ് കമ്മീഷണറിൻ്റെ. അപ്പോൾ ലോഞ്ച് ബാറാണെന്ന് ആലോചിക്കുക. FL8 ക്യാൻറ്റീൻസ് ആൻഡ് മെസ്സസ് അറ്റാച്ച്ഡ് ടു മിലിറ്ററി യൂണിറ്റ്സ്. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ മറൈനുമായിട്ട് ബന്ധപ്പെട്ട ക്ലബ്ബ് പറഞ്ഞത് ഏതിലായിരുന്നു, FL4 എന്നാൽ FL6 എന്ന് പറയുന്നത് മിലിറ്ററി യൂണിറ്റുകളുമായി ബന്ധപ്പെട്ടുള്ള മിലിറ്ററി ക്യാൻറ്റീനുകളിൽ നിന്ന് മദ്യം വാങ്ങാൻ സാധിക്കും. അതുപോലെ തന്നെ മിലിറ്ററിയുടെ മെസ്സുകളുണ്ട്, അവിടെയും മദ്യം വിളമ്പാനുള്ള ലൈസൻസ് കൊടുക്കുന്നതാണ് FL8. FL8 ഇഷ്യൂ ചെയ്യുന്നത് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറാണ്. ഇവിടെ മാറ്റമുണ്ട്. FL1 FL8 ഇഷ്യൂ ചെയ്യുന്നത് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറാണ്. FL1 FL8 ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറാണ്. FL1 FL8 ഇഷ്യൂ ചെയ്യുന്നത് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറാണ്. അപ്പോൾ FL1 8 ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറാണ്. ഇതിന് മുമ്പ് പറഞ്ഞ ബാക്കിയുള്ള എല്ലാ എക്സൈസ് കമ്മീഷണറാണ്. ക്യാൻറ്റീൻസ് ആൻഡ് മെസ്സസ് അറ്റാച്ച്ഡ് ടു മിലിറ്ററി യൂണിറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ മിലിറ്ററി ക്യാൻറ്റീനാണ് FL8. അപ്പോൾ മിലിറ്ററി ക്യാൻറ്റീനിൽ മദ്യം കിട്ടുന്ന നിങ്ങൾക്ക് അറിയാം. ഈ മിലിറ്ററി ക്യാൻറ്റീനിലെ മദ്യത്തിന് കൊടുക്കുന്ന ലൈസൻസ്, അത് വിൽക്കാനായി കൊടുക്കുന്ന ലൈസൻസ് FL8 ആണ്. നമ്മുടെ സംസ്ഥാനത്താണ് അതിരിക്കുന്നതെങ്കിൽ സംസ്ഥാന എക്സൈസ് വകുപ്പാണ് അത് ഇഷ്യൂ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ FL8A സെൻട്രൽ പോലീസ് യൂണിറ്റ് CRPF. സെൻട്രൽ പോലീസ് യൂണിറ്റിൽ ഇതുപോലെ യൂണിറ്റ് ക്യാൻറ്റീനിൽ നമുക്ക് മദ്യം വാങ്ങാൻ പറ്റും. അത് FL8A ആണ്. കേരള പോലീസിൻ്റെ ക്യാൻറ്റീനിൽ മദ്യമില്ല കേട്ടോ.
ഓക്കെ, അപ്പോൾ FL8A എന്ന് പറയുന്നത് സെൻട്രൽ പോലീസ് യൂണിറ്റിൻ്റെ ക്യാൻറ്റീനുകളിലും മെസ്സുകളിലും ഇതുപോലെ മദ്യം, CRPFൻ്റെ ക്യാൻറ്റീനുകളിലും മെസ്സുകളിലും മദ്യം കൊടുക്കാൻ പറ്റുന്നതാണ് ഏത്? FL8A. FL8 പട്ടാള ക്യാൻറ്റീനുകളിൽ മദ്യം വിൽക്കുന്നതിന് വേണ്ടി നൽകുന്ന ലൈസൻസ് FL8. എന്നാൽ സെൻട്രൽ പോലീസ് യൂണിറ്റിൻ്റെ ക്യാമ്പുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ക്യാൻറ്റീനുകളിലും അവിടെയും മദ്യം നൽകുന്നതിനായിട്ടുള്ള ലൈസൻസ് കൊടുക്കുന്നത് FL8A. Now FL9 to KCBC, Kerala State Beverage Corporation, for possession and supply of foreign liquor in wholesale to other FL licensees. മനസ്സിലായോ? സംസ്ഥാന ബിവറേജ് കോർപ്പറേഷന് മറ്റ് ലൈസൻസുകൾക്ക് മദ്യം വിൽക്കാൻ നൽകുന്ന ലൈസൻസാണ് FL9. അതായത് ബിവറേജസിൻ്റെ ഗോഡൗണുകളും വലിയ ഔട്ട്ലെറ്റുകളും ഉണ്ട്. അവിടെ നിന്ന് മറ്റ് സ്ഥാപനങ്ങളിലേക്ക് എന്ത് ചെയ്യാം? മദ്യം വിൽക്കാമെന്ന്. ആ മറ്റ് സ്ഥാപനം എന്ന് പറഞ്ഞാൽ മറ്റ് ലൈസൻസുകൾക്കേ കൊടുക്കാൻ പറ്റുള്ളൂ. മറ്റ് ലൈസൻസുകൾക്ക് മദ്യം കൊടുക്കുക എന്നുള്ളതാണ്. ഇത് ദൂരപരിധി ഒന്നും പറയാനില്ല. ദെൻ ലൈസൻസിങ് അതോറിറ്റി എക്സൈസ് കമ്മീഷണറാണ്. ലൈസൻസിങ് അതോറിറ്റി എന്ന് പറയുന്ന ആരാണ്? എക്സൈസ് കമ്മീഷണർ. അപ്പോൾ FL9ലും ലൈസൻസിങ് അതോറിറ്റി എന്ന് പറയുന്ന ആരാണ്? എക്സൈസ് കമ്മീഷണറാണ്. അപ്പോൾ കേരള സംസ്ഥാന ബിവറേജ് കോർപ്പറേഷന് മറ്റ് ലിക്കർ ലൈസൻസ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്ക് മദ്യം വിൽക്കാം എന്ന് പറയുന്ന ലൈസൻസ് FL9 ആണ്. അപ്പോൾ ബെവ്കോയ്ക്ക് ബിവറേജ് ഔട്ട്ലെറ്റിന് നമുക്ക് വിൽക്കാമെന്ന് പറയുന്നത് FL1. ബിവറേജ് ഔട്ട്ലെറ്റിന് മറ്റ് ലൈസൻസുകൾക്ക് വിൽക്കാമെന്ന് പറയുന്ന ഔട്ട്ലെറ്റ് അല്ല, ബിവറേജ് കോർപ്പറേഷന് മറ്റ് ലൈസൻസുകൾക്ക് വിൽക്കാമെന്ന് പറയുന്നത് FL9. ക്ലിയർ ആക്കുക. അടുത്ത FL10 for possession and supply of foreign liquor in wholesale by authorized distributors. FL10 എന്താ പറയുന്നത്? possession and supply of foreign liquor in wholesale by authorized distributors. അതായത് ഓതറൈസ്ഡ് ആയിട്ടുള്ള വിതരണക്കാർക്ക് വിദേശ മദ്യം എന്ത് ചെയ്യാം? ഹോൾസെയിലായിട്ട് കൈവശം വയ്ക്കാനും കൊടുക്കാനും. ഇപ്പം എന്താ പറയുക, യുണൈറ്റഡ് ബ്രൂവറീസ് ഏതാണെന്ന് പറയുന്നില്ല, ഏത് ബ്രാൻഡ് വിൽക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല, അവർക്ക് അവരുടെ ഓതറൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്. അവർക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ മദ്യത്തെ ശേഖരിക്കാനും അവർക്ക് എന്താ പറയുക സപ്ലൈ നടത്തുവാനും ചെയ്യാം. അതിന് ലൈസൻസ് കൊടുക്കുന്നത് FL10 ആണ്. അതായത് ഇപ്പോൾ എന്താ പറയുക, ഇപ്പം ഞാനൊരു ലിക്കർ ഡിസ്ട്രിബ്യൂട്ടറാണെന്ന് വിചാരിക്കുക. എനിക്ക് ഒരാളുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഗോഡൗണിൽ നിന്ന് എനിക്കൊരു ഗോഡൗൺ ഉണ്ട്, അവിടെ മദ്യം ശേഖരിക്കാം. ആരും ഞാൻ ഉണ്ടാക്കുന്നതല്ല, ഉണ്ടാക്കിയ സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങി എനിക്ക് പകരം എത്തിച്ചു കൊടുക്കാനൊക്കെ പറ്റും. ഈ ഒരു ലൈസൻസ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി എടുക്കുന്ന ലൈസൻസാണ് FL10. ലൈസൻസിങ് അതോറിറ്റി എക്സൈസ് കമ്മീഷണറാണ്. അപ്പോൾ FL10ൻ്റെ ലൈസൻസിങ് അതോറിറ്റി എന്ന് പറയുന്നത് എക്സൈസ് കമ്മീഷണറാണ്, ഓർത്തിരിക്കുക. അപ്പോൾ FL10ൻ്റെ ലൈസൻസിങ് അതോറിറ്റി എന്ന് പറയുന്നത് എക്സൈസ് കമ്മീഷണറാണ്. അടുത്ത് FL11 ശ്രദ്ധിക്കുക. FL11 വരുന്നത് നമ്മുടെ FL3 പറഞ്ഞ പോലെ തന്നെയാണ്. ഹോട്ടൽസ് ഹാവിങ് 3 സ്റ്റാർ ആൻഡ് എബോവ് ക്ലാസിഫിക്കേഷൻ. 3 സ്റ്റാർ ഹോട്ടലുകൾക്കും അതിന് മുകളിലും. ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ് ഓൺഡ് ഓർ റൺ ബൈ KTDC, കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും KTDCയുടെ വൈൻ പാർലേഴ്സും ബിയർ പാർലേഴ്സും ഒക്കെ ഉണ്ട്, അതൊക്കെ അസോസിയേറ്റ് ചെയ്ത് വരുന്നതാണ്. ദെൻ ഹോട്ടൽസ് ഹാവിങ് 1 സ്റ്റാർ ആൻഡ് 2 സ്റ്റാർ ക്ലാസിഫിക്കേഷൻ, അതായത് 1 സ്റ്റാർ 2 സ്റ്റാർ ഹോട്ടലുകൾക്ക്. റെസ്റ്റോറൻറ്റ് അപ്രൂവ്ഡ് ബൈ മിനിസ്ട്രി ഓഫ് ടൂറിസം, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ടൂറിസം വകുപ്പ് അപ്രൂവ് ചെയ്ത റെസ്റ്റോറൻറ്റുകളിൽ. റെസ്റ്റോറൻറ്റ് ക്ലാസിഫൈഡ് ബൈ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ്, ഗവൺമെൻറ് ഓഫ് കേരള. അതായത് FL11 ലൈസൻസ് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും. അവിടെ KTDCയുടെ ബിയർ ആൻഡ് വൈൻ പാർലേഴ്സ് ഉണ്ടാവും, KTDCയുടെ ബാറുകൾ ഉണ്ടാവും. ഇപ്പോൾ പല സ്ഥലങ്ങളിലും KTDCയുടെ ബാറും ഫുഡും എല്ലാം കിട്ടും അവിടെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ, ഇത്തരം സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യാം? ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യാനും ടൂറിസം പ്രൊമോട്ട് ചെയ്യാനും ഒക്കെയാണ്. ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ ഓപ്പണായിട്ട് നിന്ന് ഒരു ബിയർ കഴിക്കുന്നതോ അല്ലെങ്കിൽ മദ്യം കഴിക്കുന്നതോ സമൂഹം വേറൊരു കണ്ണിലായിരിക്കും കാണുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിൽ വരുന്ന യൂറോപ്യൻ കൾച്ചർ ഫോളോ ചെയ്യുന്ന ഒരു വിദേശിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കടൽക്കരയിൽ ഇരുന്ന് ഒരല്പം ബിയർ നുണയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാൾക്ക് അതിനുള്ള അവസരം കൊടുത്താലേ അയാളും അയാളുടെ നാട്ടുകാരും നാളെയും ഇവിടെ വിനോദസഞ്ചാരത്തിനായി വരികയുമുള്ളൂ, അത് കാരണം വരുമാനം ഉണ്ടാവുകയുമുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനമുണ്ട്. ഞാനിപ്പോൾ ഒരു തിരുവനന്തപുരത്തുകാരനാണ്. അപ്പോൾ
അപ്പോൾ ഞാൻ ഈ കോവളത്തൊക്കെ പോകുന്ന സമയത്ത് സ്ഥിരമായിട്ട് കാണുന്നൊരു കാഴ്ചയാണ് വൈകുന്നേരം. കോവളത്ത് മാത്രമല്ല, പ്രാന്തപ്രദേശങ്ങളിലും അവിടെയൊക്കെ പോകുന്ന സമയത്ത് ഈ ചെറിയ റിസോർട്ട് സെറ്റപ്പാണ്, ചെറിയ റിസോർട്ട് സെറ്റപ്പാണ്. അവർക്ക് പോലും ഈ ബിയർ അല്ലെങ്കിൽ മദ്യം കൊടുക്കാനുള്ള ആ ഒരു പെർമിഷൻ അവർക്കുണ്ട്. നമുക്കല്ല, ഒരു ഫോറിനേഴ്സിനെ കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഈ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒരു സൺസെറ്റൊക്കെ ആകുന്ന സമയത്ത് ഈ ഫോറിനേഴ്സാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഫാമിലി ആയിട്ടിരുന്ന് കള്ളുപിടിച്ചുകൊണ്ടിരിക്കുന്നു പറയും, നമ്മുടെ നാട്ടിൻ്റെ കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഇവർ വന്ന് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം, നമുക്ക് താഴെ ഈ സാധനം കാണിക്കാനുള്ള വകുപ്പില്ല, അതുകൊണ്ടാണ്, എന്നാലും മനസ്സിലാക്കുക. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് പോലെ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല, ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. നമ്മുടെ നാടിൻ്റെ വരുമാനം മെച്ചപ്പെടുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ഇവർ വന്നിങ്ങനെ നിരന്നിരിക്കില്ല, ഒരു ടേബിൾ, ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ പോലെയൊക്കെ സെറ്റ് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങനെ ഈ മദ്യമൊക്കെ ഒരു അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഒരു കറുത്ത ബാഗ് പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ, ഒരു നമ്മുടെ ഈ തുണി ബാഗ്, അതിനകത്ത് പൊതിഞ്ഞിട്ടാണ് ഹോട്ടലുകാർ കൊണ്ടു കൊടുക്കുന്നത്, നാട്ടുകാരെ പേടിച്ചിട്ടാണ്. അപ്പോൾ അവർക്ക് ഓപ്പണായിട്ടിരുന്ന് മദ്യപിക്കാം, അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അപ്പോൾ ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇത് സർക്കാർ ടൂറിസത്തെ അപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ്. അപ്പോൾ അതിനൊക്കെ കൊടുക്കുന്ന ലൈസൻസ് FL11. അപ്പോൾ ഇനി KTDCയുടെ ബിയർ പാർലർ കണ്ട് ആലോചിക്കണം, ലൈസൻസ് FL11. KTDCൻ്റെ ബിയർ പാർലേഴ്സ് കണ്ട് ആലോചിക്കുക, ലൈസൻസ് FL11. ദെൻ ഇവിടെ ഡിസ്റ്റൻസ് 200 മീറ്റർ. പള്ളികൾ, അമ്പലങ്ങൾ, വിദ്യാലയങ്ങൾ, ആരാധനാലയങ്ങൾ, പൊതു ശ്മശാനങ്ങൾ തുടങ്ങിയവയിൽ നിന്നൊക്കെ 200 മീറ്റർ അകലം പാലിക്കണം. ലൈസൻസിങ് അതോറിറ്റി, FL11 ലൈസൻസ് കൊടുക്കുന്ന ലൈസൻസിങ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ എക്സൈസ് കമ്മീഷണറാണ്. അപ്പോൾ FL11 ഏതൊക്കെ സാധനങ്ങൾ വരുന്നു ഒന്ന് നോക്കിയടാ. ഹോട്ടൽസ് ഹാവിംഗ് 3 stars ആൻഡ് എബോവ് ക്ലാസിഫിക്കേഷൻ, ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ് ഓൺ ഓർ റൺ ബൈ KTDC, ഹോട്ടൽസ് ഹാവിംഗ് 1 star and 2 star ക്ലാസിഫിക്കേഷൻ, restaurants approved by Ministry of Tourism, restaurants classified by Tourism Department, in tourist centers approved by Government in Taxes Department. ഗവൺമെൻറ് അപ്രൂവ് ചെയ്തതാണ്. ദെൻ 200 മീറ്റർ ദൂരപരിധി ആയിരിക്കണം ഇഷ്യൂ ചെയ്യുന്നത് എക്സൈസ് കമ്മീഷൻ. ഇതൊരു പേപ്പർ എടുത്ത് വെച്ചിട്ട് ക്ലാസ് ഒന്ന് റിവൈൻഡ് ചെയ്ത് ബാക്കിലേക്ക് കണ്ട് ഓരോന്നായിട്ട് എഴുതി ക്ലാസിഫൈ ചെയ്ത് തന്നെ പഠിക്കണം. ഇതിനകത്തുനിന്ന് 1 മാർക്ക് മസ്റ്റ്. പ്രീവിയസ് ചോദ്യം, ക്വസ്റ്റ്യൻ വർക്കൗട്ട് സെഷൻസ് വരും, ആ സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാവും ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ആലോചിച്ച് പഠിക്കുക. Then FL12 ബിയർ റീറ്റെയിൽ സെയിൽ ഔട്ട്ലെറ്റ് ലൈസൻസസ്. ബിയറിൻ്റെ ചില്ലറ വിൽപ്പന ശാലകൾ ആർക്ക് വേണ്ടിയിട്ടാണ്? KSCCFന് വേണ്ടിയിട്ടാണ്, കൺസ്യൂമർ ഫെഡിന് വേണ്ടി കൊടുക്കുന്നതാണ്. ആരെ ആലോചിച്ചോളുക. ഓക്കെ, അപ്പോൾ ഫോർ സെയിൽ ഓഫ് ബിയർ ഇൻ ബോട്ടിൽസ് വിത്തൗട്ട് പെർമിഷൻ ഫോർ കൺസപ്ഷൻ ഇൻ ദ പ്രിമൈസസ്. അതായത് ഈ കൺസ്യൂമർ ഫെഡിൻ്റെ ബിവറേജ് ഔട്ട്ലെറ്റുകളുണ്ട്, അതുപോലെ തന്നെ ബിയർ പാർലറുകളുണ്ട്, അതുപോലെ തന്നെ ബിയർ വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്, സെൽഫ് ഹെൽപ്പ് പ്രീമിയം കൗണ്ടേഴ്സ് എന്ന് പറയും. അതായത് ഇവിടെ നിന്ന് നമുക്ക് അപ്പോൾ FL12 ലൈസൻസ് സർക്കാരിൻ്റെ തന്നെ ബിയർ വിൽപ്പന കേന്ദ്രങ്ങളാണ്. അത് ബിവറേജ് കോർപ്പറേഷൻ്റെ അല്ല, KSCCFൻ്റേതാണ്. ഇവിടുത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവർക്ക് ബിയർ വിൽക്കാം, പക്ഷെ അവിടെ ഇരുന്ന് കുടിക്കാൻ പറ്റില്ല. ബിവറേജ് പോലെ തന്നെയാണ്, എന്താ മദ്യം വാങ്ങാം, പക്ഷെ അവരുടെ പ്രിമൈസിലിരുന്ന് മദ്യപിക്കാൻ പറ്റില്ല. അതായത് സർക്കാരിൻ്റെ ബിയർ മാത്രം വിൽക്കുന്ന ഔട്ട്ലെറ്റുകളുണ്ട്. ഓക്കെ, തിരുവനന്തപുരത്തൊക്കെ ഒരുപാടുണ്ട്, പുറത്തുള്ള സ്ഥലങ്ങളിൽ ഞാനത് അങ്ങനെ കണ്ടിട്ടില്ല, ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ സർക്കാരിൻ്റെ മാത്രം, ഇപ്പോൾ സർക്കാരിൻ്റെ ബിയർ മാത്രം വിൽക്കുന്ന ഔട്ട്ലെറ്റുകൾക്ക് കൊടുക്കുന്ന ലൈസൻസ് FL12. എന്നാൽ ബിയറും വിദേശ മദ്യവും എല്ലാം വിൽക്കുന്നവന്മാർക്ക് കൊടുക്കുന്ന FL1. ഇത് FL12, ബാറുകൾക്കല്ല, സർക്കാരിൻ്റെയാണ് രണ്ടും. ഓക്കെ, എക്സൈസ് കമ്മീഷണറാണ് FL12 ലൈസൻസ് ഇഷ്യൂ ചെയ്യുക. FL13 ലൈസൻസ് ഫോർ സെയിൽ ഓഫ് പബ്ലിക് എങ്ങനെയാണ്? ബിയർ ഫോർ കൺസപ്ഷൻ ഇൻ ദ പ്രിമൈസ്. ഇത് KTDCയുടെയോ അല്ലെങ്കിൽ KSBCയുടെയോ ജോയിന്റ് സെക്ടർ ഹോട്ടൽസിലോ വരുന്ന ബിയർ പാർലേഴ്സ്. ഇത് ബിയർ പാർലേഴ്സ്, മറ്റേതിൽ ബിയറും വൈനും എല്ലാം ആണ്, ഇത് ബിയർ പാർലേഴ്സ് ആണ്. അതായത് ഈ 13ഉം 12ഉം സർക്കാരിൻ്റെ തന്നെയാണ്, സർക്കാർ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ ജോയിന്റ് ടൈപ്പിലോ വരുന്നതാണ്. 13ൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 13ഉം അവിടെ വെച്ച് നമുക്ക് മദ്യപിക്കാം, വിലയും കൂടുതലായിരിക്കും. 12 അവിടെ വെച്ച് മദ്യപിക്കാൻ പറ്റില്ല. ഓക്കെ, അവിടെ വെച്ച് മദ്യപിക്കാൻ പറ്റില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞു KTDCക്ക് എല്ലാവർക്കും മദ്യം ടോട്ടലി വിളമ്പാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ കൊടുത്ത ലൈസൻസ് ഏതായിരുന്നു, കൺഫ്യൂസ് ആവരുത്, അത് 11ആണ്. അപ്പോൾ ഇവിടെ ലിക്കറാണ്, എല്ലാം വരും. അപ്പോൾ FL11 എല്ലാ ഫോറിൻ IFM എന്താ പറയുക, ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ, IMFL എല്ലാം വരും. എന്നാൽ 13ലേക്ക് പോകുമ്പോൾ അവിടെ ഏത് മാത്രമേ ഉള്ളൂ? ബിയർ മാത്രമേ ഉള്ളൂ. അതാണ് വ്യത്യാസം. KTDCയുടെ ബാറും എല്ലാം കൂടെ ചേർന്ന് വരുന്നതിന് കൊടുക്കുന്നത് 11 ലൈസൻസ്. എന്നാൽ ഫോറിൻ ലിക്കർ ലൈസൻസ് 13 എന്ന് പറയുന്നത് എന്തിനു വേണ്ടി കൊടുക്കുന്നതാണ്?
അത് ബിയർ പാർലേഴ്സിനാണ് കൊടുക്കുന്നത്. KTDCൻ്റെയാണ്, സർക്കാർ ടൈപ്പാണ്. രണ്ടും കൊടുക്കുന്നത് എക്സൈസ് കമ്മീഷനാണ്. അപ്പോൾ ഒന്ന് വായിച്ചേ, 12ഉം 13ഉം ഒന്ന് വായിച്ചേ. അപ്പോൾ നമുക്ക് FL1 ലൈസൻസിൻ്റെയും FL3 ലൈസൻസിൻ്റെയൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാനുണ്ട്. അപ്പോൾ എന്താണ് FL1 ലൈസൻസിൽ പറയുന്നത് നമുക്കൊന്ന് ഡീറ്റെയിൽ, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഡീറ്റെയിൽ പറയാനുണ്ട്, നമുക്ക് വഴിയെ പറയാമെന്ന്. FL1 ലൈസൻസ് ഓർ ഫോറിൻ ലിക്കർ ലൈസൻസ് 1, വിദേശമദ്യം പൊതുജനങ്ങൾക്ക് സീൽ ചെയ്ത കുപ്പികളിൽ നൽകാൻ ഉദ്ദേശിച്ചുള്ള ലൈസൻസ്. ഇപ്പോൾ FL1 ലൈസൻസ് ഞാൻ നേരത്തെ പറഞ്ഞു, അത് ബെവ്കോ ഔട്ട്ലെറ്റുകൾക്ക് കൊടുക്കുന്ന ലൈസൻസ് ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ FL1 ലൈസൻസ് പൊതുജനങ്ങൾക്ക് എങ്ങനെ മദ്യം കൊടുക്കാനാ? സീൽ ചെയ്ത കുപ്പികളിൽ. അപ്പോൾ പൊതുജനങ്ങൾക്ക് സീൽ ചെയ്ത കുപ്പികളിൽ മദ്യം നൽകുന്നതിനായിട്ടുള്ള ലൈസൻസാണ് FL1 ലൈസൻസ്. അപ്പോൾ പൊതുജനങ്ങൾക്ക് എങ്ങനെയാണ് സീൽ ചെയ്ത കുപ്പികളിൽ മദ്യം നൽകുന്നതിനായിട്ടുള്ള ലൈസൻസാണ് FL1 ലൈസൻസ്. ഇത് ആർക്കാണ് കൊടുക്കുന്നത്? ബിവറേജ് ഔട്ട്ലെറ്റുകൾക്കാണ്. എക്സൈസ് കമ്മീഷണർ നിശ്ചയിച്ച തുക അല്ലെങ്കിൽ അതൊരു വാടക നിരക്ക് അനുസരിച്ചാണ് FL1 ലൈസൻസ്. ഞാൻ പറഞ്ഞു എല്ലാ ലൈസൻസിനും എന്തുണ്ട്? ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു തുക സർക്കാരിൽ അടയ്ക്കണം. ഓക്കെ. FL1 ലൈസൻസിന് കീഴിൽ മദ്യം വിൽക്കാൻ അനുമതിയുള്ള സ്ഥാപനങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഒന്ന്, കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇത് M&M എന്ന് നിങ്ങൾ ബിവറേജിൻ്റെ ഒരു ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ എഴുതിക്കുന്ന M&M, മാനുഫാക്ചറിങ് ആൻഡ് മാർക്കറ്റിംഗ്. കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷൻ, കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷൻ. ദെൻ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. പിന്നെ ആർക്ക് വിൽക്കാം? കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. പിന്നെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ. കൺസ്യൂമർ ഫെഡ് നേരത്തെ പറഞ്ഞില്ല, ഇത് നമ്മുടെ KSCCF, അതിതാ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ലിമിറ്റഡ്. ഈ മേൽപ്പറഞ്ഞ കോർപ്പറേഷനുകൾക്കോ ഫെഡറേഷനുകൾക്കോ അനുവദിക്കേണ്ട FL1 ലൈസൻസിൻ്റെ എണ്ണം തീരുമാനിക്കുന്നതൊക്കെ ആരെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ എക്സൈസ് കമ്മീഷണറാണ്. അപ്പോൾ FL1 ലൈസൻസ് പ്രകാരം പൊതുജനങ്ങൾക്ക് സീൽഡ് ചെയ്ത അല്ലെങ്കിൽ സീൽ ചെയ്ത ബോട്ടിൽ പാക്കറ്റുകളിൽ മദ്യം വിൽക്കാനായിട്ടുള്ള സംഭവം. അപ്പോൾ ഒരു FL1 ലൈസൻസിൽ ലഭിക്കുന്ന മദ്യത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ പരിധി എത്ര? അതായത് ഒരു FL1 ലൈസൻസി ഉള്ള ഒരു മദ്യ ഷോപ്പിൽ ലഭിക്കുന്ന മദ്യത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ പരിധി എന്ന് പറയുന്നത് 180 ml, 180 മില്ലി, ഒരു ക്വാർട്ടർ. ആലോചിക്കും. അപ്പോൾ ഒരു FL1 ലൈസൻസ് പ്രകാരം, പ്രീവിയസ് ചോദ്യം കേട്ടോ, ഒരു FL1 ലൈസൻസ് പ്രകാരം മദ്യം വിൽക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും കുറഞ്ഞ അളവ് എന്ന് പറയുന്നത് 180 ml ഓഫ് മദ്യമാണ്. 180 ml. ചില്ലറ വിൽപ്പന അവിടെ ഇല്ല, പൊട്ടിച്ച് വിൽക്കില്ല, സീൽഡ് ബോട്ടിൽ മാത്രമേ വിൽക്കുള്ളൂ. അപ്പോൾ കേരള സ്റ്റേറ്റ് ആർക്കൊക്കെയാണ് FL1 ലൈസൻസ് കൊടുക്കുന്നത്? കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷൻ, കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ലിമിറ്റഡ്. മേൽപ്പറഞ്ഞ കോർപ്പറേഷനുകൾക്കോ ഫെഡറേഷനുകൾക്കോ ആണ് അനുവദിക്കേണ്ടത്. അതിൻ്റെ എണ്ണം എത്ര ആവാമെന്ന് തീരുമാനിക്കുന്ന എക്സൈസ് കമ്മീഷനാണ്. കടകളുടെ ശേഷിയും അളവുകളുടെ ലഭ്യതയും അളവുകളുടെയാണ് എന്താ പറയുക, അളവുകളുടെ അത് എത്ര ഉണ്ട് എന്നുള്ള കാര്യമാണ്. ദെൻ FL1 ലൈസൻസുകൾ എവിടെ നിന്നാണ് മദ്യം വാങ്ങേണ്ടതെന്ന് ചോദിച്ചാൽ സംസ്ഥാനത്തെ FL9 ലൈസൻസുകളിൽ നിന്ന്. നേരത്തെ പറഞ്ഞില്ലേ ബിവറേജസ് ഔട്ട്ലെറ്റുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഈ ഒരു സംഭവം നമ്മൾ FL9 ലൈസൻസീസ് നമ്മളെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതാണ്, കാണിച്ചു തരാം. FL9 ലൈസൻസീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബിവറേജ് കോർപ്പറേഷനിലെ തന്നെ വലിയ സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ ബിവറേജിൻ്റെ വലിയ ഔട്ട്ലെറ്റ് ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങളല്ല, സ്റ്റോർ ചെയ്യാനും മറ്റ് സ്ഥാപനങ്ങൾക്ക് വിൽപ്പന നടത്താനുമുള്ള അധികാരമുണ്ട് എന്ന് പറഞ്ഞാൽ FL9 ലൈസൻസ് ഇല്ലേ. അപ്പോൾ FL9 ലൈസൻസീസ് പ്രകാരമുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വേണം യവന്മാർ എന്ത് ചെയ്യാനായിട്ട്? മദ്യം വാങ്ങാൻ. ഇനി എന്തൊക്കെയാണ് FL1 ലൈസൻസുകളുടെ അല്ലെങ്കിൽ ഫോറിൻ ലിക്കർ ലൈസൻസ് 1 ആ ഒരു സംഭവം ഹോൾഡ് ചെയ്യുന്നവരുടെ പ്രത്യേകതകളെന്ന് നോക്കാം. എന്തൊക്കെയാണ് പ്രത്യേകതകളെന്ന് നോക്കാം. FL1 ലൈസൻസിന് കീഴിൽ മദ്യം വിൽക്കുന്ന കടയുടെ പരിസരത്തിരുന്ന് കഴിക്കാൻ അനുവദിക്കുന്നതല്ല.
സാധനം മനസ്സിലായോ? ഞാൻ ദേ ഇവിടെ ക്ലാസ് കഴിഞ്ഞ് നേരെ ഇറങ്ങുന്നു, അടുത്ത ബിവറേജസ് ഔട്ട്ലെറ്റിൽ പോകുന്നു, ഒരു ക്വാർട്ടർ വാങ്ങുന്നു, തൊട്ടടുത്ത കടയിൽ കയറി ഒരു ഗ്ലാസ് വാങ്ങുന്നു, കടയുടെ ഫ്രണ്ടിൽ തിരിഞ്ഞ് നിന്ന് മദ്യപിക്കുന്നു. പോലീസും പിടിക്കും, എക്സൈസും പിടിക്കും. കാര്യം പോലീസാണോടെ പിടിക്കല്ലേ? ഓക്കെ. അപ്പോൾ എന്താണ്, FL1 ലൈസൻസുള്ള സ്ഥാപനങ്ങളുടെ അടുത്തിരുന്ന് എന്ത് ചെയ്യാൻ പാടില്ല? മദ്യപിക്കാൻ പാടില്ല. അവിടെ നിന്ന് വാങ്ങി അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് മദ്യപിക്കാൻ പറ്റില്ല. FL1 ലൈസൻസുള്ള ആളുകൾ മറ്റ് ലൈസൻസുകൾക്ക് വിദേശ മദ്യം നൽകാൻ പാടില്ല. എന്താ സാധനം മനസ്സിലായോ? അതായത് ബിവറേജ് ഔട്ട്ലെറ്റിൽ നിന്ന് ബാറിന് മദ്യം കൊടുക്കില്ല. ബിവറേജ് ഔട്ട്ലെറ്റിൽ നിന്ന് ബാറിന് മദ്യം കൊടുക്കില്ല. അത് വേണമെങ്കിൽ FL9 നിന്ന് പോയി വാങ്ങിച്ചോണം. FL9 നിന്ന് വേണമെങ്കിൽ നമുക്ക് ബിവറേജ് കോർപ്പറേഷനിൽ നിന്ന് വാങ്ങാം. പക്ഷേ FL1 ലൈസൻസുള്ള ബിവറേജ് ഔട്ട്ലെറ്റുകളിൽ നിന്ന് പോയിട്ട് ബാറിൽ നിന്ന് മദ്യം വാങ്ങാൻ പറ്റില്ല. ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങൾ നാളെ ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം ബാറുകളിലൊക്കെ പരിശോധന നടത്തുമ്പോൾ ഉള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ FL1 ലൈസൻസ് ഉള്ള ആളുകൾ മറ്റ് ലൈസൻസുകൾക്ക് വിദേശ മദ്യം വിൽക്കുവാൻ പാടില്ല. വിദേശ മദ്യം നൽകാൻ അല്ലെങ്കിൽ വിൽക്കാൻ പാടില്ല. ജനങ്ങൾക്ക് മാത്രമേ വിൽക്കാവൂ. ഓക്കെ. അതുപോലെ തന്നെ മദ്യം സീൽ ചെയ്ത കുപ്പികളിൽ, മദ്യം എന്തിനു മാത്രമേ വിൽക്കാൻ പാടുള്ളൂ? സീൽ ചെയ്ത കുപ്പികളിൽ മാത്രമേ മദ്യം വിൽക്കുവാൻ അനുവാദമുള്ളൂ. അതായത് ബിവറേജ് ഔട്ട്ലെറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന മദ്യക്കുപ്പികളുടെ ഫ്രണ്ടിൽ ഒരു സീലുണ്ടാവും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ സീലുകൾ. അപ്പോൾ ഈ സീല് കാണാൻ മദ്യപിക്കണമെന്നില്ല കേട്ടോ. അല്ലാതെ നമ്മളൊരു ബോട്ടിൽ കിടക്കുമ്പോൾ തന്നെ അതിൻ്റെ സൈഡിൽ സീലുണ്ടാവും. അപ്പോൾ ഈ കൊറോണ സമയത്തൊക്കെ കുറേ ഈ ബോട്ടിൽ ആർട്ട് ടീമുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങളും കണ്ടിട്ടുണ്ടാവും. അതായത് ഈ സീൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതുമായിട്ട്, ഞാൻ ലാസ്റ്റ് ഒരു ക്ലാസ്സിൽ ഇത് പറഞ്ഞു, ഈ മദ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും പരാതികളോ എന്നൊക്കെ പോകണമെങ്കിൽ പോലും ഈ ഒരു സീൽ വേണം. ദെൻ ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനം, ക്ഷേത്രം, പള്ളി, മോസ്ക്, ശ്മശാന ഗ്രൗണ്ട്, പട്ടികജാതി ഓർ പട്ടികവർഗ കോളനികൾ എന്നിവയുടെ 200 മീറ്ററിനുള്ളിൽ FL1 ലൈസൻസി കടകളൊന്നും പ്രവർത്തിക്കുവാൻ പാടുള്ളതല്ല. ഇപ്പോൾ 200 മീറ്റർ ദൂരെ വരെ നേരത്തെ പറഞ്ഞു. എന്തൊക്കെയാണ് വരുന്നത്? ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനം, ക്ഷേത്രം, പള്ളി, മോസ്ക്, ശ്മശാന ഗ്രൗണ്ട്, പട്ടികജാതി പട്ടികവർഗ കോളനികൾ എന്നിവയുടെ 200 മീറ്ററിനുള്ളിൽ FL1 ലൈസൻസി കടകളൊന്നും പ്രവർത്തിക്കാൻ പാടുള്ളത് അല്ല. ഇപ്പോൾ ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ക്ഷേത്രമോ പള്ളിയോ മോസ്കോ ശ്മശാന ഗ്രൗണ്ടോ അതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ നമ്മൾ പറഞ്ഞു 200 മീറ്റർ ഡിസ്റ്റൻസ് അവിടെ കീപ്പ് ചെയ്യണം. ദെൻ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യങ്ങളുടെയും വിദേശ നിർമ്മിത വൈനുകളുടെയും സംഭരണവും വിതരണവും നിയന്ത്രിക്കുന്ന കേരളത്തിലെ സ്ഥാപനം ഏതാണ്? ചോദ്യം ശ്രദ്ധിക്കുക. എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു ചോദ്യമല്ലേ ഇത്? ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യങ്ങളുടെയും വിദേശ നിർമ്മിത വൈനുകളുടെയും സംഭരണവും വിതരണവും നിയന്ത്രിക്കുന്ന കേരളത്തിലെ സ്ഥാപനം ഏത്? ചോദ്യം ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കുക. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യങ്ങളും വിദേശ നിർമ്മിത വൈനുകളും വിൽക്കാനുള്ള സ്ഥാപനം ഏതാ? കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷൻ ലിമിറ്റഡ്, KSBC, M&M മാനുഫാക്ചറിംഗ് ആൻഡ് മാർക്കറ്റിംഗ്. കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷൻ ലിമിറ്റഡ്. കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷൻ ലിമിറ്റഡ് സ്ഥാപിതമായത് 1984 ഫെബ്രുവരി 23. എന്നാണ് ബിവറേജ് കോർപ്പറേഷൻ സ്ഥാപിതമായത്? 1984 ഫെബ്രുവരി 23. കേരള സംസ്ഥാന ബിവറേജ് കോർപ്പറേഷൻ സ്ഥാപിതമായതെന്ന് 1984 ഫെബ്രുവരി 23. കേരള സംസ്ഥാന ബിവറേജ് കോർപ്പറേഷൻ സ്ഥാപിതമായതെന്നാണ് 1984 ഫെബ്രുവരി 23. ആ സ്ഥാനം തിരുവനന്തപുരത്താണ് കേട്ടോ, തിരുവനന്തപുരത്താണ്. കേരള സംസ്ഥാന ബിവറേജ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരം. ആസ്ഥാനം തിരുവനന്തപുരം. ഇപ്പോൾ 3 കയറിയല്ലേ സ്ലൈഡ്? ഓക്കെ, ശരി. അപ്പം നമ്മൾ F1 ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അവിടെ ബിവറേജ് കോർപ്പറേഷൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് FL3 ലൈസൻസാണ്.